നിയമനം ആവശ്യപ്പെട്ട് പോലീസ് റാങ്ക് ഹോൾഡേഴ്സ് നടത്തുന്ന സെക്രട്ടേറിയറ്റ് മുന്നിലെ സമരം പുതിയ രൂപത്തിലും ഭാവത്തിലും. മുൻ ദിവസങ്ങളിൽ മണൽ വാരി തിന്നുവരെ സമരം നടത്തിയ റാങ്ക് ഹോൾഡേഴ്സ് ഇന്ന് തേഞ്ഞ ചെരുപ്പുകൾ ഗവൺമെൻറ്റിന് മുന്നിൽ സമർപ്പിക്കുന്ന സമരത്തിനാണ് രൂപം നൽകിയത്. ഏതാനും ആഴ്ചകളായി നടന്നു വരുന്ന സമരം അധികാരികളുടെ കണ്ണ് തുറപ്പിക്കുന്നില്ല എന്നാരോപിച്ചാണ് പുതിയ സമരരീതി. 2000-ഓളം ഒഴിവുകൾ നികത്തണമെന്നാവശ്യപ്പെട്ടാണ് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ്റെ സമരം. ഒഴിവുള്ള നിയമനങ്ങൾ നടത്താത്ത പക്ഷം പുതിയ സമരത്തിന് രൂപം നൽകുമെന്നും റാങ്ക് ഹോൾഡേഴ്സ് പറയുന്നു. ഇത് ജീവൻ മരണ പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ നിന്നും പിന്നോട്ടില്ലെന്നും മരണം വരെ സമരരംഗത്ത് ഉറച്ചു നിൽക്കുമെന്നും റാങ്ക് ഹോൾഡേഴ്സ് പറയുന്നു. ഹലോ 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 ഒന്ന് പറ അല്ല പുറകോട്ട്
ഇറങ്ങിയ സർക്കാർ ഓഫീസുകളിലും രാഷ്ട്രീയക്കാർക്കും അങ്ങനെ കയറി ഇറങ്ങി നമുക്ക് ഈ 5 വർഷം കൊണ്ട് കിട്ടിയത് കുറേ തേഞ്ഞ ചെരുപ്പുകൾ മാത്രമാണ്. ഈ തേഞ്ഞ ചെരുപ്പുകൾ നമുക്ക് ഈ ഒരു ഗവൺമെന്റിന്റെ മുന്നിൽ സമർപ്പിക്കുന്ന ഒരു പ്രതിഷേധ പരിപാടിയാണ് ഇന്നിവിടെ നടന്നത്. ഈ ഒരു പ്രതിഷേധ പരിപാടി ഇതിലൂടെയെങ്കിലും നമുക്ക് അർഹതപ്പെട്ട തൊഴിലാണ്, 5 വർഷത്തിന്റെ കഷ്ടപ്പാടാണ്. 5 വർഷം കൊണ്ട് ഒരു PSC റാങ്ക് ലിസ്റ്റ് ഇടുകയും ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നാളിതുവരെ 21% മാത്രം നിയമനം നടത്തുന്ന ഈ ഒരു ഗവൺമെന്റ് എങ്ങനെയാണ് യുവാക്കളുടെ വോട്ട് ഉറപ്പിക്കുന്നത് എന്നുള്ള ഒരു വലിയ ചോദ്യം നിലനിൽക്കെ ആ ഒരു ഗവൺമെന്റ് ഈ ഒരു ഇലക്ഷൻ പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട് യുവാക്കളുടെ വോട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വേളയിൽ ആ ഒരു ഗവൺമെന്റിന് നമ്മുടെ തേഞ്ഞ ചെരുപ്പുകൾ സമർപ്പിക്കുന്ന ഒരു പ്രതിഷേധ പരിപാടിയായിരുന്നു ഇത്. നമുക്കറിയാവുന്നത് പോലെ തന്നെ ഒരു 2300ഓളം വരുന്ന ആന്റിസിപ്പേറ്ററി ആയിട്ട് വരുന്ന വേക്കൻസികൾ, ഒഴിവുകൾ നമുക്കുണ്ട്. എന്നാൽ ആ ഒഴിവുകൾ നമ്മുടെ പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രതിഷേധത്തിലൂടെയെങ്കിലും അത് എത്രയും പെട്ടെന്ന് പാസ്സാക്കാനായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിലെന്തെങ്കിലും ഒരു ചാൻസ് അല്ലെങ്കിൽ ഒരു കടമ, അദ്ദേഹത്തിന്റെ ഒരു കടമ നിറവേറ്റണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി 2 വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് അനൂപ് കിളിമാനൂർ. ഈ സമരത്തിൽ നമുക്കറിയാം, ഈ സമരത്തിന് പിന്നിൽ നമ്മൾ മാത്രമല്ല, ഇനിയിപ്പം നിയമനം കാത്തിരിക്കുന്ന ഒരുപാട് റാങ്ക് ലിസ്റ്റിൽ ഉദ്യോഗാർത്ഥികളുണ്ട്, പിന്നെ നമ്മളെ കുടുംബങ്ങളുണ്ട്. അപ്പം വരും ദിവസങ്ങളിൽ എന്തായാലും നമ്മളെ സമരങ്ങൾ ശക്തിപ്പെടുത്തിയാൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മളെ ഈ സമരങ്ങൾ നല്ലതുപോലെ, അതായത് നമ്മൾ രാഷ്ട്രീയവൽക്കരിച്ചൊരു സമരമല്ല, നമ്മളെ ജീവിതത്തിൽ ഇത്രയും വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ട് ഒരു നിയമനത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്ന് 57ാമത്തെ ദിവസവും. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു നീതി ലഭിക്കണം. അപ്പം നമ്മൾ മാത്രമല്ല, ഈ കേരളത്തിലെ ജനത ഒറ്റക്കെട്ടായിട്ട് നമ്മളെ കൂടെ ഉണ്ട്. അപ്പം നമുക്ക് അത്രയൊരു സപ്പോർട്ട് കിട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് മാത്രം ഒരു തീരുമാനം അറിഞ്ഞാൽ മതി. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ സമരം, അതായത് വരും ദിവസങ്ങളിൽ ഒരു 1000ഓളം പേരെങ്കിലും നമ്മൾ ഈ സമരത്തിൽ പങ്കാളികളാവണം. അതിന് നമ്മളിപ്പോൾ ഇതിനോടുള്ള എല്ലാവരും മാക്സിമം അതിനു വേണ്ടി ശ്രമിക്കണം. എന്നാൽ മാത്രമേ നമ്മളെ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള ഒരു മാക്സിമം നിയമനം ലഭിക്കും. നമുക്ക് മാത്രമല്ല, ഈ നമ്മളെ ഈ ഇത്രയും സമരം ചെയ്യുന്നതിന് ഒരു നീതി കിട്ടിയാൽ മാത്രമേ എന്നീ റാങ്ക് ലിസ്റ്റിലുള്ളവർക്കും അതിൻ്റേതായ ഒരു ഇഷ്ടം ഒരു തെളിയിച്ചുകൊണ്ട് നിയമനത്തിന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ സമരം നാളെ ഇതിൻ്റെക്കാട്ടി ശക്തിയായിട്ട് തന്നെ നടക്കും. എന്തായാലും നമുക്ക് ആത്മവിശ്വാസത്തോടെ തന്നെ ഇരിക്കാം. ഗവൺമെൻറ് ഈ റാങ്ക് ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എല്ലാവർക്കും അനുകൂലമായ തീരുമാനം എടുക്കാൻ കഴിയട്ടെ എന്ന് പറയും.